നമ്മുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് പീപ്പിൾസ് വരും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും വിശ്വാസമില്ലായിരുന്നു. സത്യമായിട്ട് ഞാൻ ഇന്നലെ വരെ ആരും വരത്തില്ല. പക്ഷേ ഞങ്ങൾ ക്യൂവിൽ നിന്നെടുത്ത് പരിചയപ്പെട്ടു. നല്ല കമ്പനിയായി. ബിർള കമ്പനിക്ക് താങ്ക് യു. ലൈക്ക് ഇറ്റ് എനിവേ. സമയം ഇപ്പോൾ രാത്രി 8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരത്തേക്കാണ് ഇന്നത്തെ യാത്ര. ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ എൻ്റെ വസ്ത്രധാരണം കണ്ട് നിങ്ങൾ പേടിക്കരുത്. കാരണം ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് മേക്കപ്പ് അതുപോലെ ബോഡി ഫിറ്റായിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യത്തില്ല. ഇറ്റ്സ് ഓൺലി ഫോർ മൈ സേഫ്റ്റി പർപ്പസ്. എ ട്രിവാൻഡ്രം ഡേ ഇൻ മൈ ലൈഫ് എന്ന എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ ലൈഫിലെ സെക്കൻഡ് ടൈമാണ് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത്. പോകുന്നതിന് മുന്നേ ജനറൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പോകാൻ പറ്റുമോ എന്നൊക്കെ കുറേ ആൾക്കാർ നെഗറ്റീവ് അടിച്ചായിരുന്നു കേട്ടോ. അപ്പം അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ ജനറൽ ടിക്കറ്റ് എടുത്തു. പക്ഷേ എനിക്ക് ബർത്തിൽ പ്ലേസൊക്കെ കിട്ടി. സോ ഞാൻ അതിലിങ്ങനെ ട്രാവൽ ചെയ്തു. എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല. കാരണം നമ്മൾ ഒരു ഡിഫറെൻറ്റ് ഒരു ആംബിയൻസിൽ ഉറങ്ങുക എന്ന് വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഈ ചിരി കണ്ടോ, ഇത് എറണാകുളം എത്തിയതിൻ്റെ ചിരിയാട്ടോ. എനിക്ക് എൻ്റെ ലൈഫിൽ എറണാകുളം എന്ന് പറഞ്ഞ പ്ലേസ്, ഓ മൈ ഗോഡ്, എനിക്ക് അവിടെ ഭയങ്കര സന്തോഷമാണ്. ആ ഒരു സ്ഥലത്ത് കാണുന്നതും എത്തുന്നതും അവിടുത്തെ ആ ഒരു ഓർമ്മകളും ഒക്കെ. ഈ രാത്രി ട്രാവലിംഗ് ആയതുകൊണ്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. നല്ല തണുപ്പായിരുന്നു. സോ ഞാൻ ഒരു ബെഡ്ഷീറ്റോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി കരുതി ഈ ഒരു ടവലായിരുന്നു ഏക ആശ്രയം. ഇത് വെച്ചിങ്ങനെ പൊതച്ച് മൂടിയിരിക്കുമായിരുന്നു. നല്ല തണുപ്പായിരുന്നു. അങ്ങനെ സമയം ഒരു 6:20 ആകുമ്പോഴത്തേക്കും ട്രിവാൻഡ്രം സെൻറ്റർ എത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ അവിടുന്ന് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 1 ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന AC വെയിറ്റിംഗ് ഏരിയ തപ്പിയിട്ട് നടക്കുക കേട്ടോ. ഇങ്ങനെ നടക്കുന്നതിനിടയിൽ വളരെ ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ എനിക്ക് കാണാൻ പറ്റി. അതിലൊന്നാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രഭാത സൂര്യൻ. സ്വർണ്ണവർണ്ണം വാനിൽ ചാലിച്ച് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന കാണാൻ എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ. അതും കണ്ട് മുന്നോട്ട് നടക്കുമ്പോഴാണ് നമ്മുടെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വർക്കിംഗ് നടക്കുന്നത്. ഈ ഒരു ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ പോലും അറിയാതെ എനിക്ക് വേണ്ടി എൻ്റെ പേരിൽ റെയിൽവേയിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നു. എനിക്ക് വയ്യ. അങ്ങനെ നമ്മുടെ AC വെയിറ്റിംഗ് ഹാളിൽ പോയി അവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ ഇൻ്റർവ്യൂവിലേക്ക് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് ഞാൻ പോകാൻ നിന്നത്. ഓട്ടോ പിടിച്ച് അവിടെ എത്തിയതിന് ശേഷം ഒരു അബദ്ധം മനസ്സിലായി. ഞാൻ എൻ്റെ പവർ ബാങ്ക് ചാർജിലിട്ടത് എടുക്കാൻ മറന്നു. അങ്ങനെ ഞാൻ വീണ്ടും ഓട്ടോ പിടിച്ച് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയി എൻ്റെ ചാർജറൊക്കെ എടുത്ത് തിരിച്ച് പിന്നെയും മണക്കാട് സ്കൂളിലെത്തിയിട്ടോ. മണക്കാട് സ്കൂളിലെത്തിയപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അത് ISROയുടെ ഇൻ്റർവ്യൂവിന് മാത്രം വന്ന ആൾക്കാരല്ല, അവിടെ PSC എക്സാം നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്സിൻ്റെ ട്രെയിനിങ്ങും നടക്കുന്നുണ്ടായിരുന്നു. സോ സ്കൂളിൽ ഒത്തിരി പേരുണ്ടായിരുന്നു, പാരൻസും സ്റ്റുഡൻസും ഒക്കെ ആയിട്ട്. എനിക്ക് ശരിക്കും ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഈ പാരൻസ് കൂടെ വരുന്ന ആ ഒരു കൾച്ചറിനോട് ഒട്ടും താല്പര്യമില്ല കേട്ടോ. കാരണം നമ്മൾ ആ ഒരു ജോലിക്ക് ക്യാപ്പബിൾ ആണെങ്കിൽ നമുക്കതിന് ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ലേ? പിന്നെ എന്തിനാ പാരൻസിനെയും കൂട്ടിയിട്ട് വരുന്നേ? അവിടെ വരെ എത്തിയ സ്ഥിതിക്ക് എന്നാൽ പിന്നെ ആ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെ കാര്യമെന്ന് വിചാരിച്ചു. ആറ്റുകാൽ ക്ഷേത്രം നോക്കി നടക്കുകയാണ്. ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. എത്രയാ ക്ഷേത്രങ്ങൾ, ചുറ്റിനും ക്ഷേത്രങ്ങളാ. കുറച്ചധികം കൂടെ നടക്കാനുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ആറ്റുകാലമ്മയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അകത്ത് കയറി തൊഴുത് ഇറങ്ങിയതിന് ശേഷം കേട്ടോ പിന്നീടുള്ള വീഡിയോ ഞാൻ എടുക്കുന്നത്. ശരിക്കും അതിനകത്ത് കയറിയപ്പോൾ ഓ മൈ ഗോഡ്, എന്ത് ഭംഗിയാ, എത്രമാത്രം ഭംഗിയുള്ള കൊത്തുപണികളാ. നിങ്ങളിപ്പോൾ ഈ കാണുന്നൊരു പോർഷൻ കണ്ടോ? അവിടെ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും മേളിലേക്ക് നോക്കി നിൽക്കുക. അപ്പോൾ എന്താ സംഭവം എന്ന് ഓർത്ത് ഞാനും മേളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ദേവിയുടെ രൂപത്തിന് സാരി ഉടുത്തുകൊണ്ടിരിക്കുക. ഈ ഒരു വിളക്ക് കണ്ടോ, ഇത് നാരങ്ങ വിളക്ക് അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. ഞാനും അത് കത്തിച്ചായിരുന്നു. നല്ല രസമായിരുന്നു. നാരങ്ങ ഇങ്ങനെ പിഴുത് അത് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് പ്രസ് ചെയ്തിട്ട് അതിൽ എണ്ണയൊക്കെ ഒഴിച്ച് കുങ്കുമൊക്കെ ഇട്ട് തിരിയിട്ടിട്ട് നമുക്ക് തരും കേട്ടോ. അത് കത്തിക്കാം. പിന്നെ ഈ ഒരു അമ്പലത്തിൽ പോയാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അവിടെ എന്തോരം കളറ് കുറികളാന്നറിയോ. ചന്ദനം ഉണ്ടായിരുന്നു, ബ്ലാക്ക് ഉണ്ടായിരുന്നു, കുങ്കുമം ഉണ്ടായിരുന്നു, ഭസ്മം ഉണ്ടായിരുന്നു, പിന്നെ ഒരു പിങ്ക് കളർ ഒരു ഭസ്മം പോലത്തെ ഒരു പൊടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇറ്റ്സ് റിയലി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സന്തോഷമായിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞ് ഇറങ്ങുമ്പം ലൈഫിൽ എന്തോ നല്ല ഒരു പോസിറ്റീവ് എനർജി ഇമ്പ്രൂവ്ഡ് ആയതുപോലെ തോന്നിയായിരുന്നു കേട്ടോ.
അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം അവിടെ കടയിലുള്ളൊരു ചേട്ടൻ എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു. അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു സാധനത്തിന് പേരിട്ട് അത് എന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോയതാട്ടോ. അപ്പോൾ പുള്ളി അവിടെയുള്ള ടൂർസ് ആൻഡ് ട്രാവൽസിനെ കുറിച്ച് നമ്മളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള എല്ലാ അമ്പലങ്ങളും നമുക്ക് കാട്ടിത്തരും. സോ ആ അമ്പലങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് അവർ ഓട്ടോ സർവീസ് അവൈലബിൾ ആണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. നമുക്ക് അതിൻ്റെ അടുത്ത് പോയി ഫോട്ടോ ഒക്കെ എടുക്കാം, ഉള്ളിൽ പോവാം, ഇതിനകത്ത് ഇറങ്ങാം, ഇത് മൊത്തം കടന്നാണ്. ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്, അങ്ങോട്ടേക്ക് പോവുക. അവിടെയുള്ള ഒരുപാട് അമ്പലങ്ങളും ഒരു സ്പെഷ്യൽ പ്ലേസസ് ഒക്കെ ചുറ്റി കാണാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോ സർവീസ് അവൈലബിൾ ആണ്. ആ ഒരു ഓട്ടോ സർവീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ദിവസം കൊണ്ട് എല്ലാ സ്ഥലവും ചുറ്റിക്കാണാം. 800 റുപ്പീസ് എന്തോ ആണ് അവർ ചാർജ് പറഞ്ഞത്. നിങ്ങളൊരു ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഒറ്റയ്ക്കാണെങ്കിൽ ബസ് ത്രൂ ട്രാവൽ ചെയ്യുന്ന തന്നെയാണ് എപ്പോഴും അഫോർഡബിൾ. പിന്നെ എസ്പെഷ്യലി ഇപ്പോൾ പ്രിയദർശിനിയൊക്കെ ഉള്ളതുകൊണ്ട് ലേഡീസിന് അത് തന്നെയായിരിക്കും സൗകര്യം കൂടുതൽ. അങ്ങനെ എനിക്ക് പോകേണ്ട ബസ് വരുന്നുണ്ട്. ആ ബസ്സിൽ കയറാൻ നിൽക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടോ. അവിടെ ഒരു പിങ്ക് കളർ ബ്ലൗസ് ഇട്ടിരിക്കുന്ന ഒരു അമ്മമ്മേനെ ശ്രദ്ധിച്ചോ? ആ അമ്മമ്മ ബസ്സിൽ കയറാൻ നോക്കുന്ന സമയത്ത് അമ്മമ്മയുടെ കാല് പൊന്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അമ്മമ്മേനെ കയറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. ഞാനും കയറി ബസ്സിലിരുന്നു. ബസ്സിലിരുന്ന സമയത്ത് എനിക്ക് യാത്ര പോകേണ്ട സ്ഥലം എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ട് കണ്ടക്ടറോട് ചോദിച്ചപ്പം കണ്ടക്ടറും അതുപോലെ തന്നെ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. അവരെനിക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് തരിക, പോകുന്ന സ്ഥലത്തുണ്ടാവാൻ സാധ്യതയുള്ള തടസ്സങ്ങളെക്കുറിച്ചും നമ്മളവിടെ ഫേസ് ചെയ്യേണ്ട ചാലഞ്ചസിനെ കുറിച്ചൊക്കെ അവരെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. പിന്നെ ഈ ഒരു കണ്ടക്ടർ അയ്യോ സൂപ്പറായിരുന്നു കേട്ടോ. ആ ഒരു കണ്ടക്ടറിൻ്റെ അടുത്ത് വന്നിട്ട് ബസ്സിന് ടിക്കറ്റ് മുറിച്ചിട്ട് എൻ്റെ അടുത്ത് ചില്ലറ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ചില്ലറ 1 രൂപ എന്തോ ഉള്ളൂ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു അത് മതി, ബാക്കി വേണ്ട, കാരണം നിങ്ങൾ ആ അമ്മമ്മേനെ ഒറ്റ കൈ കൊണ്ടെടുത്ത് നിങ്ങൾ ബസ്സിൽ കയറ്റിയില്ലേ. ഐ വാസ് ലൈക്ക് ആണോ? ആൻഡ് ഞാൻ ഇങ്ങനെ അതൊന്നും ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ നമ്മളൊരാൾക്ക് നന്മ ചെയ്യുന്ന സമയത്ത് അത് നമ്മളിലേക്ക് തിരിച്ചു വരുമെന്ന് പറയുന്നത് ഞാൻ ശരിക്കും അങ്ങനെ വിശ്വസിക്കുന്ന ഇല്ലായിരുന്നു. കാരണം അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇനി ഞാൻ ആ അമ്മമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്തപ്പം ഇപ്പുറത്ത് ഈ ഒരു കണ്ടക്ടർ എനിക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഹി സെഡ് അതിൽ എനിക്ക് നിങ്ങളോട് ഭയങ്കര ബഹുമാനമുണ്ട്, സോ നിങ്ങൾ എനിക്ക് ബാക്കി ടിക്കറ്റ് തരണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ഐ ഫീൽ ഓ മൈ ഗോഡ്. പിന്നെ അതുപോലെ ആ നാട്ടിലെ ആൾക്കാരൊക്കെ എന്ത് നല്ല പെരുമാറ്റാന്നറിയോ. ഞാൻ ശരിക്കും ഈ തെക്ക് ഭാഗത്തുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര സെൽഫിഷ് ആണ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിന്ന് പോയി പെരുമാറി, ആൾക്കാരൊക്കെ വളരെ സ്വീറ്റ് ആയിട്ടാണ് നമ്മളെടുത്ത് പെരുമാറുന്നത് ആൻഡ് ഹെൽപ്ഫുൾ ആണ്. നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ അവർ നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു തിരുവനന്തപുരം എന്ന് പറഞ്ഞ നഗരവും അവിടുത്തെ ആളുകളെയൊക്കെ. രാവിലെ ഞാൻ ഓട്ടോയിൽ ട്രാവൽ ചെയ്തപ്പോൾ എനിക്ക് ഓട്ടോ ഡ്രൈവറാണ് ഈ അമ്പലങ്ങളൊക്കെ ഇവിടെയാണ്, ഇന്ന സ്ഥലത്താണ്, എനിക്ക് പോകുന്ന വഴിക്കുന്നൊക്കെ എല്ലാ അമ്പലങ്ങളൊക്കെ കാണിച്ചു തന്നെ. ഇവിടെ പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും, അവിടെ പോയി നോക്കൂ, അവിടെ പോകണമെങ്കിൽ ബസ് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഓട്ടോ ചേട്ടന്മാരാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതൊക്കെ. ഈ ഒരു വാഗ്വേ കണ്ടോ, എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു കൺസ്ട്രക്ഷനും നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ള നല്ലൊരു വാഗ്വേ ആയിരുന്നു. സോ അവിടുന്ന് ഞാൻ ചുമ്മാ ബസ്സിൻ്റെ ടൈം ചോദിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാമെന്ന് വിചാരിച്ച് ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ മുന്നിലേക്ക് ബസ് വന്ന് നിർത്തുന്നു. ഞാൻ ബസ്സിൽ കയറുന്നു. പിന്നെ നേരെ നമ്മുടെ ആഴിമല പോവാട്ടോ. ആഴിമല അവിടെ എത്താൻ ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നു, ഒരു 1 മണിക്കൂറൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഈ ആഴിമല ശിവൻ്റെ രൂപം കണ്ടതിൻ്റെ ആ ഒരു അത്ഭുതം കേട്ടോ എൻ്റെ മുഖത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നടക്കുമ്പോൾ അവിടെ ഒരു ചേട്ടൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചു, ഇങ്ങോട്ട് വായോ പറഞ്ഞിട്ട്. ഞാൻ ഇങ്ങനെ സംശയത്തോടെ ചെന്നു കേട്ടോ അടുത്ത്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് പറയാം ഇവിടുന്ന് നോക്കൂ നന്നായിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്കത് അടുത്ത് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരിക. ഞാൻ ഐ ഫീൽ ഓ മൈ ഗോഡ് എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചേട്ടനെന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയില്ലായിരുന്നെങ്കിലോ, എനിക്കത് കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ആ ശിവന്റെ സ്റ്റാച്യുവിനേക്കാളും കൂടുതൽ ഭംഗി തോന്നിയത് അവിടുത്തെ ആ ഒരു കടലും കടൽ തീരവും അവിടുത്തെ ആ വെള്ളത്തിൻ്റെ നിറവും ഒക്കെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരുപാട് കളറുള്ള ഒരു കടൽ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, പച്ചയുണ്ട്, നീലയുണ്ട്, ഇളം നീലയുണ്ട്, ഒരു തവിട്ട് കളറുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് കളർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സീ വാട്ടർ. ഞാൻ പണ്ടൊക്കെ ഇത് കാണുന്ന സമയത്ത് ഫിസിക്സിൻ്റെ സാറിൻ്റെ അടുത്തൊക്കെ ഡൗട്ട് ചോദിച്ചായിരുന്നു ഇതെന്താ ഇങ്ങനെയെന്ന്. അപ്പോൾ സാറ് പറഞ്ഞു അത് മേഘത്തിൻ്റെ നിഴലാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് മേഘത്തിൻ്റെ നിഴലായിട്ട് തോന്നില്ല, കാരണം ആകാശത്ത് മേഘം വേറെ കാണാനില്ലാന്നേ. ഇതിങ്ങനെ ഇതിന് 2 കളർ വന്നേ എനിക്കറിയത്തില്ല. മേ ബി എന്തെങ്കിലും ആൽഗൽ ബ്ലൂംസ് പ്രസൻസോ അങ്ങനെ ഉണ്ടാവാം.
പക്ഷേ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ അതിൻ്റെ അമ്പലത്തിനകത്ത് കയറിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പുറത്താണ് സമയം സ്പെൻഡ് ചെയ്തത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ കടലും ശിവന്റെ ആ സ്റ്റാച്യൂവും ഒക്കെ കൂടെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. വെയിൽ ഇച്ചിരി അധികം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുട പിടിച്ച് തന്നെ നടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അവിടെ പോയത് അടിപൊളിയായിരുന്നു. ഇറ്റ്സ് വേർത്ത് ഇറ്റ് ആക്ച്വലി. സോ നിങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു അമ്പലം ഒന്ന് വിസിറ്റ് ചെയ്യൂ കേട്ടോ. ശരിക്കും ഇഷ്ടപ്പെടും. ഞാൻ ശരിക്കും ഒരു സീ ലവിങ് പേഴ്സൺ ആയിരുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട്, അവനാണ് എന്നെ സീ ആസ്വദിക്കാൻ പഠിപ്പിച്ചത്. അവന് സീ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് സീ അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. പക്ഷെ ഹീ ടീച്ച് മീ ഹൗ ടു എൻജോയ് സീ എന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ശരിക്കും എനിക്കൊരാൾ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഐ ക്യാൻ. ഇറ്റ്സ് ലൈക്ക് ഓ മൈ ഗോഡ്, എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യും കേട്ടോ. എനിക്ക് ഈ കടലിൽ ഏറ്റവും ഇഷ്ടം തോന്നിയത് ഈ പായൽ പിടിച്ച ഈ ഒരു ഭാഗമാട്ടോ. ആ ഒരു പച്ച പരവതാനി വിരിച്ച പാറയമേലിൽ തിരമാല വന്നിടിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാ. അവിടെ നുരഞ്ഞു പൊന്തുന്ന പതയിൽ നമുക്ക് എന്തൊക്കെയോ സന്തോഷം തോന്നുക അതൊക്കെ കാണുമ്പോൾ. സോ ഞാൻ ഈ ഒരു സാധനം ഒത്തിരി വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ പോയ ദിവസം സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കടൽ ഇത്രയും സുന്ദരിയായിട്ട് ഫീൽ ചെയ്തത് എനിക്കിത് ആദ്യമായിട്ടാണ്. എന്ത് ഭംഗിയാ കാണാൻ. ഓ മൈ ഗോഡ്. ശിവൻ്റെ ഈ സ്റ്റാച്യു കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ ഒരു കവറിലിട്ട് വെക്കാനൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നുള്ള ഫോട്ടോസും വീഡിയോസും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ട്രിപ്പ് പോകത്തായിരുന്നു. ഞാൻ ഇവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു. ആ സമയത്താണ് അവിടെ മേളിൽ നിൽക്കുന്ന ആൾക്കാർ എന്തൊക്കെയോ തമ്മിൽ വഴക്കും തല്ലും ഒക്കെ ഉണ്ടാവുന്ന കണ്ടത്. പിന്നെ ആ ഒരു മൂടങ്ങ് പോയി. അതുകൊണ്ട് എനിക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് പ്രകൃതി എത്രമാത്രം സുന്ദരിയാണ്. ശരിക്കും ഈ നാച്ചർ നമ്മുടെ പ്രകൃതിയെ എത്രമാത്രം വ്യത്യസ്തമാർന്ന കളറുകൾ കൊണ്ട് ഭംഗിയാക്കി വെച്ചിരിക്കുക. നമ്മളൊക്കെ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും കളേഴ്സ് മിക്സ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ പ്രകൃതി നോക്കിയേ, അവർക്ക് ഒരു കളറ് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. എന്നിട്ടും വ്യത്യസ്ത കളറ്, അതും ഒരു കളറിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവിടെ വളരെ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുക. അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ താഴെ പോയി ഒരു വെജ് ബിരിയാണിയൊക്കെ വാങ്ങി കഴിച്ച് കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ചു വരാൻ വേണ്ടി റെഡിയായി. ആ സമയത്ത് അവിടെ ഒരു പദ്യപാരായണോ കവിതാ പാരായണോ അങ്ങനെ എന്തോ നടക്കുന്നുണ്ടായിരുന്നു. കവിത സ്വന്തമായിട്ട് എഴുതിയിട്ടുള്ള ആൾക്കാർ അവർ തന്നെ വന്ന് വായിക്കുകയായിരുന്നു. പക്ഷെ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ആ സാഹിത്യകാരന്മാരെയും അവരുടെ എഫേർട്ടിനെയും ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ ഇത്രയും നല്ലൊരു ആംബിയൻസിൽ ഒരു വല്ലാതെ ബുദ്ധിമുട്ടായി തോന്നിയത് ആ ഒരു കവിതാ പാരായണം മാത്രമായിരുന്നു. അത് കടലിലങ്ങ് ദൂരെ കപ്പൽ പോകുന്നുണ്ടായിരുന്നു. കപ്പൽ ഞാൻ ആദ്യമായിട്ടാണ് കടലിങ്ങനെ കാണുന്നത്. സോ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് അത് വീഡിയോ ഒക്കെ എടുത്തു വെച്ചു. ഡീറ്റെയിൽ ആയിട്ട് കാണുന്നൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ സൂം ചെയ്തുകൊണ്ട് ഇച്ചിരി കൂടെ കാണാൻ പറ്റുന്നേ ഉള്ളൂ. അമ്പലം അടച്ചത് കൊണ്ട് തന്നെ ശിവലിംഗത്തിൻ്റെ അടുത്തേക്ക്, ശിവലിംഗം അല്ല ശിവൻ്റെ സ്റ്റാച്യൂയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗുഹാക്ഷേത്രത്തിനുള്ളിൽ കൂടെ കടന്നു പോകണമായിരുന്നു. അങ്ങനെ പോകാൻ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. സോ ഞാനിങ്ങനെ ഗുഹയുടെ അകത്തേക്ക് കയറിയപ്പം ഐ ഫീൽ ഭയങ്കര തണുത്ത് നല്ല സുഖം തോന്നുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ എന്ത് നല്ല തണുപ്പാന്ന് വെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ AC. ഈ ഒരു ട്രിപ്പിൽ എനിക്കറിയില്ല, ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു തവണ വന്നിട്ടേ ഉള്ളൂ. അതും എത്രയോ വർഷങ്ങൾക്ക് മുന്നാണ്. 2011 ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വരുന്നത്. പക്ഷേ എനിക്കിവിടെ വന്നപ്പം എല്ലാ ആൾക്കാരെയും മുന്നേ അറിയുന്നത് പോലെ തോന്നുക. എല്ലാവരുടെ ഫേസും, ഈവൻ കാണുന്ന ഒരു 3/4 ഭാഗം ആൾക്കാരുടെ ഫേസും ഓൾറെഡി എനിക്ക് അറിയുന്ന പോലെ, എനിക്ക് പരിചയമുള്ള ആൾക്കാരെ പോലെയൊക്കെ തോന്നുക. ഐ ഡോണ്ട് നോ വൈ. ഈവൻ ഇവിടെ വന്നിട്ടും എനിക്ക് ആൾക്കാരെയൊക്കെ പരിചയമുള്ളതുപോലെ, ഇവിടെയുള്ള സ്റ്റാഫ് ആൾക്കാരെയൊക്കെ ഉണ്ടല്ലോ, എല്ലാവരെയും പരിചയം. ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴും എല്ലാവരെയും കണ്ടതുപോലെ, ട്രെയിനിലുള്ള സമയത്തും എല്ലാവരെയും ഓൾറെഡി അറിയുന്ന പോലെ തോന്നുക. എനിക്കറിയില്ല വൈ, ബട്ട് അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം ഒരു ചിപ്സ് വാങ്ങിക്കാൻ വേണ്ടി പോയി. അവിടെയുള്ള ഷോപ്പ് കീപ്പറായിട്ടുള്ള ചേച്ചീനെയും എനിക്ക് എവിടെയോ കണ്ടതുപോലെ. എനിക്കറിയില്ല എന്താ ഇങ്ങനെ എല്ലാവരെയും കണ്ടതുപോലെ തോന്നുക. ആ ശിവന്റെ തലയിലുള്ള ലേഡി എന്ത് സുന്ദരിയാ നോക്കിയേ. ഈ അമ്പലത്തിൽ നിന്ന്
തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ബസ് സർവീസ് അവൈലബിൾ ആട്ടോ. അമ്പലം മുറ്റത്ത് തന്നെ KSRTC ബസ് അവൈലബിൾ ആണ്. സോ ആ ബസ്സിൽ കയറിയിരുന്ന് എനിക്ക് നല്ല ഉറക്കക്ഷീണമുള്ളതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോകുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. സോ ഞാൻ നമ്മുടെ ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഉറങ്ങിപ്പോകും, ചിലപ്പോൾ എന്നെ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ എത്തിയാൽ വിളിക്കണേ. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പം എൻ്റെ ഡ്രൈവർ എന്നെ വിളിച്ചിട്ടാണ് ഞാൻ ബസ് ഇറങ്ങുന്നത്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയിട്ട് ഞാൻ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ആദ്യം മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. സോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഈ ഒരു റിയാക്ഷൻ നിങ്ങൾ കണ്ടോ? ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഓട്ടോക്കാരൻ എന്നെ ഇങ്ങനെ ഹോൺ അടിച്ച് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇത് ആരുടെയെന്ന് വിചാരിച്ചിട്ട് ഒന്ന് നോക്കി. പിന്നെ ഞാൻ സംശയത്തോടെ ഇയാളാണോ ഇനി രാവിലെ എന്നെ കൊണ്ടുവിട്ടത്? കാരണം രാവിലെ എന്നെ കൊണ്ടുവിട്ട ഓട്ടോ നല്ല ഡ്രൈവറായിരുന്നു കേട്ടോ. സോ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഒരു KSRTC ബസ് എടുത്തു. ഒരു ചേച്ചി ഹെൽപ്പ് ചെയ്തു കേട്ടോ എന്നെ, മിത്ര. ആ ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്ത് ഇവിടെ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൊണ്ട് ഇറക്കി തന്നു. എന്നിട്ട് എനിക്ക് പോകേണ്ട വഴിയൊക്കെ കാണിച്ചു തന്നിട്ടാണ് ചേച്ചി പോയത്. സോ അമ്പലത്തിൽ കയറിയപ്പം തന്ത്രി എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്പലത്തിൽ വരുമ്പോൾ മുടി അഴിച്ചിട്ടിട്ട് വരാൻ പാടില്ല. സോ ഞാൻ എൻ്റെ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് അവിടെ നിന്ന് ഇച്ചിരി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തും കേട്ടോ. സോ അവിടേക്ക് നടന്നു പോവാണ്. ഇതിൻ്റെ ഈ കവാടത്തിലെത്തിയപ്പോൾ തന്നെ ലൈക്ക് ഇങ്ങനെ ഓക്കെ ഇപ്പം നമ്മൾ കാണുന്നൊക്കെയുള്ള രീതിയിൽ പോവാണ്. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവിടെ എത്തി ഞാൻ കാണുന്ന സമയത്ത് എൻ്റെ എക്സ്പ്രഷൻ ഇതിൽ കിട്ടുന്നു. സഡൻലി എൻ്റെ മുഖത്ത് വരുന്ന ഒരു എക്സ്പ്രഷൻ, അയ്യോ ശരിക്കും നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ മുഖത്തൊരു പ്രത്യേക എക്സ്പ്രഷൻ വരെയാണ്. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ആരോ നമുക്ക് എത്രയോ പ്രിയപ്പെട്ട ഒരാളെ കാണുന്നത് പോലത്തെ ഒരു എക്സ്പ്രഷൻ. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് നമുക്ക് പാൻറ് ഇടാൻ പാടില്ല എന്ന് മാത്രമല്ല മുണ്ടെടുക്കണം എന്ന് നിർബന്ധമാണ്. അപ്പം ഞാൻ പാൻറ് ഇടുന്നത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഉടുപ്പിട്ടിട്ട് പോയത്. അപ്പോൾ അവർ പറഞ്ഞു മുണ്ടെടുക്കണം. അങ്ങനെ ഞാൻ മുണ്ടൊക്കെ വാങ്ങി മുണ്ടൊക്കെ എടുത്ത് അകത്ത് തൊഴാൻ വേണ്ടി കയറി. അകത്ത് തൊഴാൻ പോയപ്പം എനിക്കൊരു നല്ല ഫ്രണ്ടിനെ കിട്ടിട്ടോ. ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് ക്യൂവിൽ നിൽക്കുകയാണ്. അവിടുന്ന് കുറേ തമിഴ്നാട്ടിൽ ലേഡീസ് വന്നിട്ട് ഞങ്ങളുടെ ക്യൂയുടെ മുന്നിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഹി വാസ് ടോക്കിംഗ് ടു ദം ലൈക്ക് ഇങ്ങനെ കയറാൻ പറ്റത്തില്ല ഇൻ തമിഴ്. അപ്പം ഞാനത് കേൾക്കുന്നുണ്ട്. ദെൻ ഞങ്ങൾ ക്യൂവിൽ നിന്ന് ഒത്തിരി നേരം ക്യൂവിൽ നിന്ന് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നീട് എനിക്ക് ആ അമ്പലത്തെക്കുറിച്ചും അമ്പലത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പുള്ളിയാണ് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പം ഞാൻ വൈശാഖ് എന്നാണ് പേര്. സോ വൈശാഖും ഞാനും കൂടെ അമ്പലം കംപ്ലീറ്റ് ചുറ്റി കണ്ടു. ആൻഡ് എനിക്ക് അമ്പലത്തിലെ ഓരോ കാര്യങ്ങളും എനിക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ സുണ്ടൽ കണ്ടു കേട്ടോ. എനിക്ക് സുണ്ടൽ ഒത്തിരി ഇഷ്ടമാണ്. സോ സുണ്ടൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വൈശാഖിൻ്റെ അടുത്ത് പറഞ്ഞു വെയിറ്റ് എനിക്കിത് കഴിക്കാതെ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ സുണ്ടൽ വാങ്ങിച്ചു. സുണ്ടൽ വാങ്ങിയിട്ട് ഞാൻ എൻ്റെ മുണ്ടൊക്കെ ഞാൻ അപ്പോഴത്തേക്കും മറന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ബാഗിൻ്റെ മേളിൽ വെച്ചായിരുന്നു. അത് കളഞ്ഞുപോയി. സുണ്ടൽ കിട്ടിയ ആക്രാന്തത്തിൽ ഞാൻ എൻ്റെ മുണ്ടും കളഞ്ഞാണ് തിരിച്ചു വന്നത്. ദെൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓട്ടോ ബുക്ക് ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എനിക്ക് 8:55 ട്രെയിന്. സോ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങണമായിരുന്നു. അപ്പോൾ വൈശാഖ് വർക്ക് ചെയ്യുന്ന ബിർള കമ്പനിയിലാട്ടോ. സോ അവൻ ആ കമ്പനിയുടെ കാര്യങ്ങളും കമ്പനിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളി പോയി എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് നോക്കുമായിരുന്നു. ആ സമയത്ത് സൈഡിൽ നോക്കുമ്പോൾ വൈശാഖ് അവിടെ നിൽക്കുക. ഐ ഫീൽ സോ ഹാപ്പി. ഐ നെവർ എക്സ്പെക്റ്റഡ് ഫ്രം ഹിം. ഐ തോട്ട് പുള്ളി പോയിട്ടുണ്ടാവും എന്നൊക്കെയാണ്. പക്ഷെ പുള്ളി പോയില്ലായിരുന്നു ഗൈസ്. ആൻഡ് എനിക്ക് ബായൊക്കെ തന്ന് പുള്ളിക്ക് നാളെ എക്സാമാണ്. എന്നിട്ടും എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്യാണ്ട് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കയറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ്. It was a special friend I got from പത്മനാഭസ്വാമി ക്ഷേത്രം. ലൈക്ക് നമ്മുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് പീപ്പിൾസ് വരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും വിശ്വാസമില്ലായിരുന്നു. സത്യമായിട്ട് ഞാൻ ഇന്നലെ വരെ ആരും വരത്തില്ല. പക്ഷേ ഞങ്ങൾ ക്യൂവിൽ നിന്നെടുത്ത് പരിചയപ്പെട്ടു. നല്ല കമ്പനിയായി. അൺഎക്സ്പെക്റ്റഡ്. സോ തിരുവനന്തപുരം പ്ലേസ് നന്നാക്കി തന്ന വൈശാഖിന് താങ്ക് യു. ആൻഡ് ബിർള കമ്പനിക്ക് താങ്ക് യു. I like it anyway. അങ്ങനെ ട്രെയിൻ രാവിലെ 7:30 ആകുമ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് കോൾ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ കണ്ണൂർ എത്തിയേനെ. സോ ഇന്നേക്ക് അത്രയേ ഉള്ളൂ. Thank you so much for watching. Also, please do like, share and subscribe. Bye.